ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ ബാച്ച്. ഈ ലൈഫ് സേവർ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിത് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് പവർ ഇലക്ട്രോണിക്സിന്റെ പോർഷനാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഈ പറഞ്ഞ ലൈവിൽ വരുന്നവരെല്ലാവരും തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരോട് പറയുക, ഇതിനോട് തന്നെ ഈ പറയുന്ന എല്ലാവരും ഇതിലേക്ക് ഒരു ഹായ് ഇടുക. കാരണം വേറൊന്നുമല്ല, നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയാണ്. ഗ്രൂപ്പിലേക്ക് വരിക. നമ്മുടെ ഗ്രൂപ്പുകളിലും ഈ പറയുന്ന ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വന്ന ഫസ്റ്റ് SCR കാര്യങ്ങളായിരുന്നു. SCR എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, SCR എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺ ആകുന്നത്, ഓഫ് ആകുന്നത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഹോൾഡിംഗ് ടൈം എന്താണ്, നമ്മുടെ ഈ പറഞ്ഞു വന്ന ലാച്ചിങ് ടൈം എന്താണ്, ഇതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാഫ് റെക്ടിഫയർ. അപ്പോൾ ഇവിടെ നമ്മളൊരു വേർഡൂടെ ചേർക്കും, കൺട്രോൾഡ്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഡയോഡ് വെച്ചാൽ നമുക്ക് പറ്റും. കൺട്രോൾഡ് റെക്ടിഫയർ പറഞ്ഞെങ്കിൽ ആരായി, തൈറിസ്റ്ററായി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പവറാണ്, അല്ലെങ്കിൽ വളരെ ഹൈ വോൾട്ടേജാണ്. അല്ലാതെ റെക്ടിഫയർ അല്ലെങ്കിൽ സാധാരണ ഡയോഡ് യൂസ് ചെയ്യുന്ന 0.7 അല്ലെങ്കിൽ ഒരു 15 വോൾട്ടോ ഒന്നും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. 33 kV വരെയാണ്. ശരിയല്ലേ? അപ്പോൾ ഹാഫ് വേവ് കൺട്രോൾഡ് റെക്ടിഫയർ, അതാണ് നമ്മൾ ചർച്ച. അപ്പം നമ്മൾ പടം എന്ന് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ AC വേവ് ഫോം കൊടുത്തു, നമ്മുടെ തൈറിസ്റ്റർ കൊടുത്തു. ആദ്യം നമ്മൾ പറയുന്നത് ഒരു R ലോഡ്, റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ ലോഡ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ പറയുന്നു ഒരു 20 Ω. ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നു VM sin ωt. അപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 230 ആണെങ്കിൽ 230 × √2 സൈൻ 2π × 15. നമ്മുടെ പ്രാക്ടിക്കൽ കേസ് തന്നെ എടുക്കുകയാണ്. അപ്പം നമ്മൾ 230 വോൾട്ടൊക്കെയാണ് നമ്മുടെ ഇതിൽ RMS വാല്യൂ വരുന്നത്. മാക്സിമം വാല്യൂ വരുന്നത് അപ്പോൾ എന്തായിരിക്കും, × √2 വരും. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സൈൻ 2π × t എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് പറയാം, 230 √2 സൈൻ 100πt. ഇതിനെ 314t എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? കാരണം ഈ പൈക്ക് 3.14 കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ജനറലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഇങ്ങനെയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഇവിടുത്തെ വാല്യൂ 230 × √2. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള വാല്യൂ എത്രയാണ്, ഈ പറഞ്ഞ ഇവിടം വരെയുള്ള വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 100π. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ × t, ആ പറഞ്ഞു വന്ന വാല്യൂ എത്ര വരും, നമുക്ക് ഈ പറഞ്ഞു വന്ന വാല്യൂ 100π 2π എന്ന് പറഞ്ഞ വാല്യൂ, അല്ലെങ്കിൽ ആംഗിളിൽ പറയുമ്പോൾ 2π. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നത് ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന വേവ് ഫോമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും. അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് സൈനുസോയിഡൽ വേവ് ഫോമാണ്. ഇത് 230 √2 ആണ്, ഇത് -230 √2. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഇത് ωt, ഇത് ωt. നമ്മൾ ട്രിഗർ ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ആൽഫ ആംഗിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത്, നമ്മുടെ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത് 2π ആണ്,
ഇത് പൈ, ഇത് 0. ഇവിടെ കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ആൽഫ ആംഗിൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പറഞ്ഞ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ തൈറിസ്റ്റർ എന്താകുന്നത്, ക്ലോസ്ഡ് ആകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ നമ്മളൊരു 30 എടുക്കുകയാണെങ്കിൽ 30 ഡിഗ്രി എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ട്രിഗർ ചെയ്തു. ആ ട്രിഗർ ചെയ്തുകൊണ്ട് ആ സമയത്ത് ഇത് ഓണായ സമയം തൊട്ട് നമുക്ക് പൈ വരെ, പൈ എത്തിക്കഴിയുമ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായി, നെഗറ്റീവിലോട്ട് പോയി. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ കറണ്ട് പറയുമ്പോൾ ഒമേഗ ടിയുടെ പടം വരയ്ക്കുമ്പോൾ നമ്മൾ സെയിം പടം തന്നെ പറയും. അവിടെ നമുക്ക് ഐയുടെ വാല്യൂ എഴുതുമ്പോൾ നമുക്ക് എന്താ എഴുതാം, V/R എന്ന് എടുക്കാം. R എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത് ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞേക്കുന്നത് 20 Ohm. അപ്പോൾ വോൾട്ടേജിൻ്റെ വേവ് ഫോം എന്ത് തന്നെയാണോ അതേ വേവ് ഫോം തന്നെയായിരിക്കും ആർക്കും ഉണ്ടാകുന്നത്, ഈ പറഞ്ഞു വന്ന കറണ്ടിൻ്റെ കേസിലുണ്ടാകുന്നത്. പക്ഷേ മോഡിലെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്, ഒരു /20 വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സ്കെയിലായിരിക്കും ഈ വാല്യൂ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്നത് നമ്മുടെ AC വേവ് ഫോമിൽ പോസിറ്റീവ് പാർട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഷോർട്ട് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം തൈറിസ്റ്റർ ഉണ്ട്, ഈ തൈറിസ്റ്ററിൻ്റെ ആനോഡും കാഥോഡും ഉണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പാർട്ടിൽ മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ. നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആകുന്നുണ്ട് അടുത്ത പാർട്ടിൽ. ആ സമയത്ത് ഇതൊരിക്കലും ക്ലോസ്ഡ് ആവില്ല, അല്ലെങ്കിൽ ഇതെന്താവില്ല, ക്ലോസ്ഡ് ആയിട്ടിരിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കാഥോഡിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുത്താൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്, അത് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ പറഞ്ഞു വന്ന ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പടം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ പൈ എന്ന് പറഞ്ഞ പോയിന്റ് എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പൈയുടെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ, ഇവിടെ വാല്യൂ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 0 ആണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വോൾട്ടേജ് നെഗറ്റീവായി, കറണ്ടും എന്തായി, ഇവിടെ വോൾട്ടേജ് നെഗറ്റീവാണ്. അതേപോലെ തന്നെ ഇവിടെ കറണ്ട് എന്തായി, കറണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് 0 ആയി, ഐയുടെ വാല്യൂ 0 ആയി. ആഫ്റ്റർ പൈക്ക് ശേഷമാണ്. ക്ലിയറാന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. ഹോൾഡിങ്ങിന് താഴെ പോയി, ഐ ഹോൾഡ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ എന്താണ് 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴെയായി വോൾട്ടേജ് എന്തായി, നെഗറ്റീവ് സൈഡിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എന്ത് സിറ്റുവേഷൻ എത്തി, നമ്മൾ ആഗ്രഹിച്ച ഈ പറഞ്ഞു വന്ന നമ്മുടെ തൈറിസ്റ്റർ എന്തായി, ഓഫ് ആകാനുള്ള കണ്ടീഷനായി. അങ്ങനെ അത് ഓഫ് ആകുന്നതുകൊണ്ടാണ് തന്നെ ഇത് ശരിക്കും നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. ഇതിങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന തൈറിസ്റ്ററിന് അക്രോസ് സർക്യൂട്ടോ അല്ലെങ്കിൽ കണ്ടീഷൻസോ ഒന്നും കൊണ്ടുവന്നിട്ടല്ല തൈറിസ്റ്റർ കമ്മ്യൂട്ടേറ്റർ ആയത്. ഇത് നാച്ചുറലി ഈ ലോഡിൻ്റെ എഫക്റ്റ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതിന് അക്രോസ് ഒരു നെഗറ്റീവ് വോൾട്ടേജും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തും പറയാം, ഈ പറഞ്ഞു വന്ന കറണ്ട് 0 ആകുകയും ചെയ്തു. അപ്പോൾ നാച്ചുറലി ഇത് ടേൺ ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ, അതായത് ഈ പറഞ്ഞ തൈറിസ്റ്ററിൻ്റെ കേസിൽ, ഹാഫ് വേവിൻ്റെ കേസിൽ നമുക്ക് ഈ പറഞ്ഞു വന്ന തൈറിസ്റ്റർ എന്താകുന്നുണ്ട്, തന്നെ ഓഫ് ആകുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പൈ കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടം വരെ, നമുക്ക് ഈ പറഞ്ഞ 2π വരെ എന്ന് പറഞ്ഞാൽ ഈ പൈ ഡിസ്റ്റൻസ് ഈ പറയുന്ന നമ്മുടെ തൈറിസ്റ്റർ ഓഫാണ്. അപ്പോൾ അങ്ങനെ തൈറിസ്റ്റർ ഓഫ് ആയതുകൊണ്ട് നമ്മൾ പറയും സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും π/ω. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 2π. അപ്പോൾ ഇക്വേഷൻ വീണ്ടും മാറ്റി പറയുകയാണെങ്കിൽ 1/2f സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. ഓക്കെ അല്ലേ? ആ 1/f എന്നുള്ളത് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. മുഴുവൻ ടൈം പീരീഡിൻ്റെ പകുതി, /2 ആണ് പകുതി. അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞ ടൈം പീരീഡ് നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും. ഇപ്പം നമുക്ക് ഒരു ഇതിൻ്റെ 50 ഹെർട്സ് ആണെങ്കിൽ ഇതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്, 1/50 ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 മില്ലി സെക്കൻഡ്. ആ 20 മില്ലി സെക്കൻഡ് 10 മില്ലി സെക്കൻഡ് ആയിരിക്കും ഈ പറഞ്ഞ തൈറിസ്റ്ററിന് ഓഫ് ആകാൻ കിട്ടുന്ന സമയം. എന്ന് പറഞ്ഞാൽ π to 2π പോകുന്ന ടൈം. ക്ലിയറല്ലേ പറഞ്ഞത്? അവിടെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഇവിടെ ആക്ച്വൽ കേസ് നമുക്ക് വേണമെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കാം.
കാരണം ആൽഫ എപ്പോഴാണ് ഓൺ ചെയ്യുന്ന ആ ഒരു ടൈം കൂടെ എക്സ്ട്രാ കിട്ടും. പക്ഷേ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ആൽഫയുടെ വില എത്രയെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാവുന്നത് 5 to 2 PM. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം? അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്നറിയോ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഹാഫ് വേവിൻ്റെ റെസിസ്റ്റീവ് കേസിലാണ് പറഞ്ഞു വന്നത്. നമുക്ക് എന്ത് കിട്ടി? ടൈം പീരീഡ് അല്ലെങ്കിൽ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം പൈ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/2 ചെയ്യുന്നതോടെ നമുക്ക് എത്ര കിട്ടും? 10 സെക്കൻഡ് എന്നുള്ള കേസ് വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഇത് 1/2π എന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ 2π ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് എത്ര കിട്ടും? 1/2f അല്ലെങ്കിൽ T/2 എന്ന് കിട്ടും. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ